നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതായത് നമ്മളെ TP4056 എന്ന് പറയുന്ന 1 ആംപിയറിന്റെ ലിഥിയം അയോണിന്റെ ഒരു ചാർജിങ് മോഡ്യൂൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ചാർജിങ് മോഡ്യൂളിൽ നമുക്ക് LED ഇൻഡിക്കേറ്റർ ആണ് ഉള്ളത്. അതായത് റെഡ് LED ചാർജിങ്ങിനും ഇതാ ബ്ലൂ LED ഫുൾ ചാർജ് ആവുമ്പോഴും. അപ്പം ഈ ഫുൾ ചാർജ് ആവുന്ന സമയത്ത് നമുക്കൊരു ബസർ ഇൻഡിക്കേറ്റർ കൊടുത്താലോ വളരെ ഉപയോഗപ്രദമായിരിക്കില്ലേ? നമ്മൾ ഇതിന്റെ ഫുൾ ചാർജ് ആയോ ഫുൾ ചാർജ് ആയോ നോക്കിയൊന്നും വേണ്ട. ഈ ബ്ലൂ LED കത്തുമ്പോൾ തന്നെ ഒരു ബസർ കേൾക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. ഇതൊരു 3 വോൾട്ട് ടു 12 വോൾട്ടിന്റെ ഒരു ബസറാണ്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന LEDs ഇല്ലേ, ബ്ലൂവും റെഡും, ഇത് രണ്ടും കോമൺ ആനോഡ് ആയിട്ടാണ് വയർ ചെയ്തിരിക്കുന്നത്. അതായത് പിന്നെ കാത്തോഡാണ് സ്വിച്ചിങ്, അതായത് നെഗറ്റീവ് വരുമ്പോഴാണ് സ്വിച്ച് ചെയ്യണത്. അപ്പൊ നമുക്ക് നെഗറ്റീവ് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ ആണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് BC557 ആണ്. അതിന്റെ പിൻ കോൺഫിഗറേഷൻ കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ. ഇനി നമുക്കതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. ആകെ 3 കോമ്പോണൻസേ ഉള്ളൂ. BC557 എന്ന് പറയുന്ന ഒരു PNP ട്രാൻസിസ്റ്റർ, പിന്നെ ഒരു 1K റെസിസ്റ്റർ, പിന്നെ 3 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ വർക്ക് ചെയ്യുന്ന ഒരു ബസർ. ഇതിനകത്ത് ഈ ബ്ലൂ LEDയുടെ കണക്ഷൻ കണ്ടോ? ആ ബ്ലൂ LEDയുടെ കണക്ഷൻ നിന്ന് ഒരു 1K റെസിസ്റ്റർ ഇട്ട് BC557ന്റെ ബേസിൽ കൊടുത്തേക്കുന്നു. എമിറ്റർ നേരെ എടുത്ത് ഇൻപുട്ട് പോസിറ്റീവ് കൊടുത്തേക്കുന്നു. ആൻഡ് അതിന്റെ കളക്ടറിൽ നിന്ന് എടുത്ത് ബസറിന്റെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻപുട്ട് നമ്മൾ കൊടുക്കൂലേ, അതിന്റെ നെഗറ്റീവ്, അതായത് നമ്മൾ മൈക്രോ USB അല്ലെങ്കിൽ ടൈപ്പ് സിയുടെ ഇൻപുട്ട് കൊടുക്കുന്ന ആ ഒരു നെഗറ്റീവ് ഇൻപുട്ട് നേരെ എടുത്ത് ബസറിന്റെ നെഗറ്റീവിലും കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. അതായത് ബ്ലൂ LED കത്തുമ്പം അവിടുത്തെ നെഗറ്റീവ് പൾസ് കിട്ടുകയും അതുവഴി ഈ 1K വഴിയുള്ള ഇതുവഴി PNP ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും ബസർ കേൾക്കുകയും ചെയ്യും. ആ ബസറിന്റെ അവിടെ ഒരു അല്ലെങ്കിൽ 1Kയുടെ അവിടെ അല്ലെങ്കിൽ ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് പോസിറ്റീവ് എമിറ്ററിൽ കൊടുക്കൂല, അവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്താൽ നമുക്ക് അത് സ്വിച്ച് ഓണും ഓഫും ചെയ്തിടാം. ഞാനിത് അസംബിൾ ചെയ്തിട്ടുണ്ടേ, ഒന്നുമില്ല, കണ്ടില്ല. ഈ TP4056 മോഡ്യൂളിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഈ ട്രാൻസിസ്റ്റർ ചേർത്ത് വെച്ച് ഞാൻ അങ്ങ് അസംബിൾ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ. എന്നിട്ട് ഇതിന്റെ ബാക്കിൽ നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ അകത്ത് തന്നെ അങ്ങ് ഇരിക്കും. വളരെ സിമ്പിളാണ്. അതായത് ട്രാൻസിസ്റ്റർ ഉൾപ്പെടെ ഉള്ളതിന്റെ മോളിൽ കൂടെ ആയിരിക്കും നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുന്നത്. കണ്ടോ, ഇത് കളക്ടർ എടുത്തിട്ടുണ്ട്. ഈ കളക്ടറിലും ഈ നെഗറ്റീവ് പിന്നെ ഇതുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ബസർ കണക്ട് ചെയ്യണം. അപ്പോൾ ബസറിന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പോസിറ്റീവിന്റെ നെഗറ്റീവ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഞാൻ അത് ചെയ്തേക്കണത്. കാരണം ഇത് രണ്ടും എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ബസറിനെ എടുത്ത് ഇതിനകത്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ നിങ്ങളെ ഇപ്പൊ ഒന്ന് കാണിക്കാൻ വേണ്ടി വയർ ഇങ്ങനെ കണക്ട് ചെയ്താണ് എടുക്കേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു വയർ കണക്ട് ചെയ്തേക്കുന്നത്. ഇല്ലെങ്കിൽ ബസറിന്റെ വയർ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എനിക്ക് ഇതിനകത്ത് സോൾഡർ ചെയ്താലും മതിയാവും. ഇതൊരു ടെക്നിക്കൽ വീഡിയോ ആണ്. ടെക്നിക്കൽ വീഡിയോ എന്ന് വെച്ചാൽ ടെക്നോളജി ഉള്ള വീഡിയോ എന്നുള്ളതല്ല, ഉടായിപ്പ് ടെക്നിക്കില്ലേ, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ 3 കോമ്പണന്റ് ഉപയോഗിച്ചത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നു. വളരെ യൂസ്ഫുൾ ആണിത്. കാരണം എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആക്കിയത്. കാരണം ഞാൻ ആദ്യമേ ഇത് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അസംബിൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അത് കൊള്ളാമെന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഉടായിപ്പ് ടെക്നിക്കൽ വീഡിയോ അല്ലെങ്കിൽ സർക്യൂട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അസംബ്ലിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി മൈക്രോ USB-യുടെ ഒരു ചാർജിങ് കേബിൾ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് കേൾക്കാം. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സൗണ്ടാണ് ഈ കേൾക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ബാറ്ററി കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ബാറ്ററി കണക്ട് ചെയ്തില്ലെങ്കിൽ അത് ആ ബ്ലൂ LED കത്തി കിടക്കും. അങ്ങനെ ആ സിഗ്നൽ ഓണായി, അതല്ല ട്രാൻസിസ്റ്റർ ഓണായിട്ട് ബസർ കേൾക്കണം. ഇനി നമുക്ക് ഇതിന്റെ പാരലായിട്ട് തന്നെ ഈ ബാറ്ററിയും കൂടെ കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഫുള്ളി ചാർജഡ് അല്ല, നിങ്ങൾക്ക് കാണാം ആ റെഡ് LED ഉടൻ തന്നെ കത്തുന്നതും ഈ ബസർ ഓഫ് ആവുന്നതും. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം ഈ ബാറ്ററി ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ബാറ്ററി ചാർജ് ഫുള്ളി ചാർജ് റെക്കോർഡിംഗ് മോഡിൽ തന്നെയാണ് ഇടുന്നത്. അപ്പം ബാറ്ററി ചാർജ് ആവുന്നതിന് ജസ്റ്റ് ശ്രദ്ധിച്ച് LED സ്വിച്ച് ആവുന്നതും ബസർ കേൾക്കണം. കണ്ടല്ലോ, ഇതാണ്, ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിനെ കുറിച്ചോ വീഡിയോയെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. കാരണം ഇലക്ട്രോണിക്സ് അറിയാവുന്നവർ ഇതും ചെയ്ത് നോക്കട്ടെ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.